ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ പുതിയ കുറേ വിശേഷങ്ങളും ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരിടം വരെ പോവാണ്. അപ്പോൾ യാത്രാ വിശേഷങ്ങളും ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതാ ഞാൻ റെഡി ആവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം റെഡിയാണ് കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഞാനിവിടെ ഖത്തറിൽ വന്നതിൻ്റെ ശേഷം വെള്ളമൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഹെയർ ഫോൾസും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ വെച്ചിട്ട് മുടി ഇങ്ങനെ നല്ല രീതിയിൽ പൊട്ടിപ്പോണ്ടായിരുന്നു. ഒരു ചീർപ്പെടുത്ത് വരാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് മാമാർത്തിൻ്റെ ഈ റൈസ് വാട്ടർ കണ്ടീഷണറാണ്. പിന്നെ അത് ഇതിനോട് കെയർ എന്നുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അതൊന്ന് യൂസ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നല്ല റിസൾട്ട് കാണാൻ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് വെള്ളം ചേഞ്ച് ആകുമ്പോൾ അതുപോലെ മുടി പൊട്ടിപ്പോലെ അതുപോലെ മുടി കൊഴിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ. കെയറിൻ്റെ ഈ ഒരു കണ്ടീഷണറും അതുപോലെ ഈ ഒരു ഷാമ്പു നല്ല അടിപൊളി സാധനമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. ആമസോണിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആമസോണിൽ കിട്ടും. ഞാനതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നല്ല കുളിയൊക്കെ പാസ്സാക്കി ഞാനിതാ പോവാൻ റെഡിയായി. ബാഗ് എടുത്തു, ചെരുപ്പെടുത്തു. ഇതാ ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടാ. ആ തോയൻ അവളുടെ ഞങ്ങൾ ഫുൾ ബ്ലാക്ക്, എല്ലാരും ബ്ലാക്ക്. ഇവിടെ ബ്ലാക്കുള്ളവിടെ എല്ലാരും ബ്ലാക്കാ. എല്ലാരും ബ്ലാക്കാ. ബ്ലാക്കീസ് ആണ് ഞങ്ങൾ, ബ്ലാക്കീസ്. അങ്ങനെ തന്നെ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. പോണത് എവിടേക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ കടലിൻ്റെ നടുവ് കൂടെ നടന്ന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പോണ വഴിക്കിൽ നമ്മളിവിടെ ടീ ടെൻറ്റിൽ ഇറങ്ങിയില്ല, ടീ ടെൻറ്റിൽ നിർത്തിയിട്ട് എന്താ പറയുക സോഡ സർബത്തും ജ്യൂസും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ ചായ ആയിരുന്നു നമ്മൾ പൈന്ന് മാറ്റി പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. നല്ല എരിവും മധുരവും ഒക്കെ പാടിയിട്ടുള്ള ഒരു അടിപൊളി സാധനം. അപ്പോൾ അത് കുളിക്കൽ കഴിഞ്ഞ് ഞങ്ങളിതാ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വൈകിട്ട് നേരമാണ്. നമ്മളെപ്പോഴും വൈകിട്ടാണല്ലോ ഇറങ്ങാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഇനി ഉച്ചക്കുള്ള ഇറക്കൊന്നും മക്കളെ ഇനി നടക്കും തോന്നണില്ല. കാരണം അതൊരു വെയിലിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. നമുക്ക് 4 മക്കളുണ്ടായിട്ടേ ഇവന്റെ ഭാഷ വേറൊരു ഭാഷ, ഇങ്ങനത്തെ ഒരു ഭാഷ. പലതരം ഭാഷകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വേറൊരു ഭാഷയാണ് അല്ലടാ. അങ്ങനെ താ ഞങ്ങളിവിടെ ഏകദേശം സ്പോട്ടിൽ എത്തിയിട്ട് അത്തവണ ഞാൻ വരുന്ന വഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഇവിടെ തന്നെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി നമുക്ക് കടലിൻ്റെ നടുവിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ 2 വിശേഷങ്ങളും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അതാ ഞങ്ങളിവിടെ ഇനി വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ശേഷം ഇറങ്ങണം. നമുക്ക് കടലിൻ്റെ നടുവിൽ കൂടെ നടന്നിട്ട് പോകാൻ വരും. കുഞ്ഞാലി കാക്ക, കുഞ്ഞാലി വെട്ട് കുഞ്ഞാലി കാക്ക. നല്ല തള്ളാണല്ലേ ചേ. എടി എൻ്റെ തൊന്നടറി എവിടെ എൻ്റെ ഇത് കുറച്ചോനെ ഞങ്ങളുടെ ചാടല്. ഞാൻ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലേ, ഞാൻ അവിടെ നടപ്പോ മക്കളെ നോക്കിയായിരുന്നു. നിക്കല്ലാരും ബ്രിഡ്ജിലല്ലേ. നിങ്ങൾക്ക് 2 കൂടി ഒരു ബ്ലാക്ക് ആക്കായിരുന്നു, എന്നാ ഫുൾ ബ്ലാക്ക് ആയിരുന്നു എൻ്റെ ആരും. നിങ്ങള് അത് മാത്രം ഉണ്ട്. ആരും പറഞ്ഞല്ല, ഞങ്ങളായി വന്നതാ അങ്ങനെ ഇട്ട് വന്നപ്പോ. എവിടെ പോയാലും ആദ്യം ഇരുട്ടാവണതിന് മുന്നേ നമ്മൾ തീർത്തക്കുന്ന 2 പരിപാടികളുണ്ടല്ലോ, ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും. അപ്പോൾ അത് 2 കൊണ്ട് തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾക്ക് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട്. എന്തിനാടാ ഇതിനെങ്ങനെ ഇടങ്ങറാക്കണേ ജി? അടിപൊളിയായിട്ടുണ്ട്. എന്താ കട നല്ല ലൈറ്റ് ഉണ്ട്. ഒരു ഫോട്ടോക്ക് ബിരിയാണി
വാപ്പി മക്കള് റീൽസ് എടുക്കല്ലോ കേട്ടാ. കുപ്പിച്ചില് ബിൽഡിംഗ് ആണ് പോകുന്നത് നടക്ക്. ഫോട്ടോ ഇവിടെ ലേറ്റ് ഉണ്ടാവില്ല. ഓൾക്ക് വേണ്ട എടുത്തു കൊടുത്താ ഓള് പറഞ്ഞേ കേട്ടാ. ഞാൻ പറഞ്ഞ റീലൊന്നും നിക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞ നിങ്ങൾ എടുത്താ മതി എന്ന് പറഞ്ഞ. എന്നാ പേര് കുപ്പിച്ചില്ലുമ്മ പോവാ. കുപ്പിച്ചില്ല് ഇതിനത്ര പാലം, കുപ്പിച്ചില്ല് പാലം. ബബ്ലു ആ പോണു. ആ നോക്കിയത് അങ്ങനെയൊക്കെ വാ. ഇപ്പൊ ഓൾ ഇന്നെ പഠിപ്പിക്കുക റീലെടുക്കാൻ. അതടിപൊളി. ഓളെ ഒറ്റക്കുള്ള എടുക്കലുണ്ട് വെച്ചാ ഓടി വന്നിട്ട് കൈകൊണ്ട് വീശിട്ടില്ലേ. അടിപൊളിയായിരുന്നു. എന്തിനാടാ എന്താണ് പ്രശ്നം? അതാ മോഡൽ ബബുലിയോടെ ഫോസിങ്ങിലാണല്ലോ. ചില സ്ഥലത്ത് ഫാമിലി ഇല്ലെങ്കിൽ കയറാൻ സമ്മതിക്കൂലല്ലോ. ഭാര്യമാര് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇവിടെ ചില സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിലും ഫാമിലി കൂടെ വേണട്ടാ. അപ്പൊ ഞങ്ങൾ അത് പറഞ്ഞ് കളിയൊക്കെയായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ല ഭാര്യമാരെ വില എന്താന്നുള്ളത് എന്നൊക്കെ. ചില സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിലും അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് ഫാമിലി കൂടെ ഇല്ലാണ്ട് അങ്ങോട്ട് ആൾക്ക് കുറവൊന്നുമില്ല. ശരിയാ, നമ്മളെ അറിഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞില്ല, പിന്നെ ഓൽക്കും വരണ്ടേന്ന്. അപ്പം ഇതാ നമ്മൾ കാണാൻ വന്ന മെയിൻ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു പാലത്തിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കടലിൻ്റെ മുകൾക്കെത്തും. അതായത് കടലിൻ്റെ മുകളിൽ കൂടെ നമുക്കത് ഇങ്ങനെ നടന്ന് പോവട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരിത് കണ്ടില്ലേ, ഇത് ഒരു നമ്മളെ മിനി ഊട്ടി ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ, നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ വേറൊരു വേർഷനാണ് ഇത് സംഭവം. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷിപ്പിൻ്റെ മോഡലിലാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷിപ്പിൽ കയറി നിൽക്കുന്ന ഒരു ഫീല് നമ്മൾ ടൈറ്റാനിക് കപ്പലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ കടലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു രാത്രിയിലായതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിൽ രാത്രിയിൽ വേറൊരു വൈബാണ്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. ഈ ഒരു കപ്പലിൻ്റെ മോഡലൊക്കെ കണ്ടില്ലേ, ശരിക്കും ഒരു കപ്പലിൻ്റെ മോഡലാണ് ഉണ്ടായിട്ടുള്ളത്. കടലിൻ്റെ നടുഭാഗത്തുള്ള പോലെ കടലിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കടലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ പകലിലായിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫുൾ ഫാമിലീസാണ് കേട്ടോ, നിറയെ ആൾക്കാരുണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ ഒരു വെക്കേഷനും കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ഫാമിലീസും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. ഇത് വെളിച്ചത്തിലാകുമ്പോഴേ അതിന്റെ അടി കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ അതിന്റെ പേടിക്കുന്നതിനകത്ത് നമ്മളിപ്പോ എവിടെ നിൽക്കണമെന്ന് അറിയാം, കടലിന്റെ മുകളില്. കടലിന്റെ മുകളിൽ കൂടിയാണ് പോയിട്ടുള്ളത്. ഗ്ലാസ് പൊട്ടിയിട്ട് അങ്ങനെ വീഴൊന്നുമില്ല, അങ്ങനെ പൊട്ടുന്ന ഗ്ലാസ് ഒന്നല്ല. ലിനോട്ട് പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ച് നോക്കുന്നത്, ഈ ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ കണ്ട മനുഷ്യന്മാരൊക്കെ ഇപ്പം ഇതിലേക്ക് ചാടൂലേ എന്നുള്ളത്. പിന്നെ അങ്ങനെ നോക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യങ്ങളും പിന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യൂലല്ലോ അല്ലേ. എല്ലാം ഒരു വിശ്വാസം, അതിൻ്റെ പുറത്താണല്ലോ നമ്മുടെ ജീവിതം തന്നെ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമുക്ക് എന്താ പറയുക, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾക്ക് കാണുമ്പോഴും അതുപോലെ അത് അനുഭവിച്ചറിയുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് ഒരു കപ്പലിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു കടലിൻ്റെ വ്യൂ എങ്ങനെ കാണുന്നു അതേപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇന്ന് കാണാനിറങ്ങിയതിലെ ഫസ്റ്റ് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നി പകലിൽ വന്നായിരുന്നെങ്കിൽ ഒന്നും കൂടി രസത്തിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ആ ബോർഡ് കണ്ടിട്ട് നമ്മളെ കണ്ടിട്ടില്ല, തെരഞ്ഞു പോവുക, കുറച്ചേരം ഫോട്ടോ തെരയട്ടെ, കുറച്ചേരം കണ്ടിട്ടൊന്നുമില്ല, തെരഞ്ഞു പോവുകയാണ്. വിടലടി വിടലടി കുറച്ചേരം ഫോട്ടോടി അതിനെ കാണാതെ പോവാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ പിന്നെ കാണാൻ പോയത് ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇത് ലുസൈൽ ബോളിവാർഡ്, അങ്ങനെ ഓരോരോ പേരോളും. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് കാണാനുള്ളത്. അങ്ങനെ അതെവിടെ എത്തിയേക്കുന്നത് നമ്മളെ ലിനുവിൻ്റെ അടുത്ത സംശയം, ഇതെന്താ വെച്ചാൽ എല്ലാ ബിൽഡിങ്ങും ഒരുപോലെ ഉണ്ടാക്കിക്കണം, ഇവർക്കൊക്കെ വേറെ വേറെ ഉണ്ടാക്കിയാൽ പോരെയെന്ന്. അപ്പം അതൊരു സംശയമാണ്. പക്ഷേങ്കിൽ വേറെ വേറെ ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ അത്ര ഈ ഒരു വെറൈറ്റി ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഒരുപോലുള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അതിന് ഏത് സ്ഥലത്തു നിന്ന് വരുന്നത് ഏത് സ്ഥലത്തേക്കാണ് പോകണമെന്നുള്ളതിന് നമ്മളിവിടെ ഏതെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം.
കളിക്കുന്ന ട്രെയിൻ പാളത്തിലൂടെ നമുക്ക് സത്യം അത് ട്രെയിൻ പാളാണ്. ഞാൻ നേരത്തെ കണ്ടില്ല ലുസയിൽ മൊത്തം ചുറ്റും മെട്രോയോ. ആ വീണൊരു നീറ്റ് വേഗം വന്നിട്ട് കൂടി ഇതാ പരമ വന്നിക്കണം. പരമ തെങ്ങേറ അങ്ങനെ ഇതാ ഇവിടെ എത്തിയപ്പോഴും ഞങ്ങൾ സ്ഥിരം പരിപാടി വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും തന്നെ. അപ്പോൾ ഞാനും കിച്ചും കൂടി ഇങ്ങനെ പറയായിരുന്നു, ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ വളർന്ന ഓരോ വർച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കണം സംഭവം. പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റാ എന്നൊക്കെ അങ്ങനെയുള്ള ഓരോരോ സോഷ്യൽ മീഡിയാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ശരിക്കും നമ്മളെ മക്കളെ ഇപ്പോൾ ആരുടെ ബബുലുൻ്റെ ലിനുവിൻ്റെ ഒക്കെ വർച്ചുകൾ നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊരു സാധനം ഇത് ഷാർക്കാ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാണാനുള്ള ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഈ ഒരു സംഭവത്തെ കണ്ടില്ല. ഈ ഒരു നീല ബിൽഡിങ്ങിന്റെ ഇടയിൽ ഒരു ഷാർക്കാണോ അതോ ഡോൾഫിനാണോ എന്നല്ല, അപ്പോൾ ആകാശത്തൊരു ഷാർക്കിനും കണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനിട്ട്, പക്ഷെ നടന്ന് നമുക്ക് ഇങ്ങനെ കണ്ട് തീർക്കണം. അപ്പം ഞങ്ങൾ എന്തായാലും പിന്നെ നടത്തം വയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ചിട്ട് പിന്നെ ഫുഡിലേക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിത് അതുവരെ കഴിക്കാത്ത രീതിയിലുള്ള ഒരു ഫുഡാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും മന്തി ബിരിയാണി കാര്യങ്ങളല്ലേ. അപ്പോൾ അതിന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട്. ഇതിൻ്റെ പേരെന്താണ്, മധുഹൂത്ത എന്തോ ഒരു സംഭവമാണ് ശരിക്കും പേര്, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. പക്ഷേ എങ്കിൽ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. അപാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല റൈസുകളും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ടേസ്റ്റിൽ ഞങ്ങളിത് കൊടുന്ന് വെച്ചപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ 2-3 പ്ലേറ്റ്, ചിലപ്പോൾ പ്ലേറ്റ് അല്ല കേട്ടോ, അത് ഒരു പിഞ്ഞാണം പോലത്തെ ഒരു സംഭവത്തിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിൽ ചിലപ്പോൾ 1-2 പാർസൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് കഴിച്ച് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ അതാ ഈ ഒരു അവസ്ഥയിലായി. ഞങ്ങൾ ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങിയ പോലെയായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ ഇതാ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇവിടെ തീർന്നിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം എന്നാൽ പോകുന്ന വഴിക്ക് ഡ്രൈവർക്ക് ഉറക്കം വരാണ്ടിരിക്കാനും ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ച് ടീമായിട്ട് അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റു ദിവസത്തെ മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ. അപ്പോൾ ഞങ്ങൾ പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തും പദനിസ്വനം. പിന്നെയും ആരോ നിലാവത്ത് പൊൻവീണകൂതും മൃദുവന്ദനം. നിങ്ങൾക്ക് കൂടുതൽ വാതിലിൽ കാതോത്തു നീ നിന്നില്ലേ, നിന്നില്ലേ, ചോരാത്തൊരു തേനൂറിടും നിശല ഞാൻ ചെഞ്ചൊണ്ടിൽ പൂത്തു. നിങ്ങള് നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. മരിവില്ല എന്റെ വർണ്ണമാല, രാധയ്ക്കു കാതുകളിൽ രാഗമാല. മാനസമയിലേ വരൂ